ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആൻറ്റിയമ്മ മാനസിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നാളെ ഞാനും ഹേമയും കൂടിയിട്ട് രാവിലെ ഇവിടുന്ന് അമ്പലത്തിക്കാണെന്നും പറഞ്ഞിട്ട് ഇറങ്ങും. ഈ സവാള വെക്കണം, സവാള വെച്ച് കഴിഞ്ഞാൽ പനി വരും, പനി വന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഇല്ലാത്തതുകൊണ്ട് നിനക്ക് കൃഷി മാത്രമായിരിക്കും കൂട്ടിനുണ്ടാവുക. അവനെ ഓഫീസിലേക്ക് പറഞ്ഞു വിടാതെ നീ നിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അവനെ ഇവിടെ നിർത്തണം. ഒരു ദിവസം കൊണ്ട് നീ അവനോട് കൂടുതൽ അടുത്തിരിക്കണം. നിന്റെ അടുത്തു നിന്നും അവൻ മാറാതെ തന്നെ നീ നോക്കണം. അവൻ്റെ മടിയിൽ നീ കിടക്കണം. അവൻ വാരിത്തരുന്ന ഭക്ഷണം നീ കഴിക്കണം. അങ്ങനെ നിന്റെ പനി അവനു കൂടി പകർന്നു കൊടുക്കണം. അങ്ങനെ ഒരാഴ്ച കൂടി അവൻ പനി വന്ന് ഓഫീസിൽ പോകാതെ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നിനക്ക് അവനോട് ഒന്നുകൂടി അടുപ്പത്തിലാവാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രേമിക്കാനുള്ള സമയവും കൂടുതലായി കിട്ടുമെന്നൊക്കെ ആൻറ്റിയമ്മ മാനസിയോട് പറഞ്ഞതിനനുസരിച്ച് മാനസ സവാള വെക്കുകയാണ്. മാനസിക്കാണെങ്കിൽ സവാള വെച്ച് കഴിഞ്ഞതിന് ശേഷം പനിയും വരുന്നുണ്ട്. മാനസിക്ക് പനി വന്നതിനാൽ കൃഷ് മാനസിയുടെ പനി കുറയാൻ വേണ്ടിയിട്ട് നെറ്റിയിൽ തുണിയെല്ലാം നനച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൃഷ് മാനസയുടെ അടുത്ത് ഇരിക്കുമ്പോൾ മാനസ കൃഷിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. മാനസ ഒരു തരത്തിലും കൃഷിനെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണനാണെങ്കിൽ മാനസ ചെയ്യുന്നതൊന്നും ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല. എങ്കിലും കൃഷി എല്ലാം സഹിച്ചു നിൽക്കുകയാണ്. മാനസയ്ക്കാണെങ്കിൽ കൃഷിനെ അടുത്ത് കിട്ടിയതിൽ വളരെ സന്തോഷവും. മാനസ കൃഷിനെ പിടിവിടാതെ പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം കൺമണിയെ കാണിക്കുകയാണ്. കൺമണി രാവിലെ കുളി കഴിഞ്ഞിറങ്ങിയിട്ടും കൃഷിനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൃഷി സാറിന് എന്തു പറ്റി, എന്താ സാറ് വിളിക്കാത്തത്, സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ കൺമണി ആലോചിച്ച് ടെൻഷൻ ആവുന്നുണ്ട്. അതിനുശേഷം കൺമണിയുടെ റൂമിലേക്ക് ASI പോലീസ് വത്സല മേഡം എത്തുന്നുണ്ട്. വത്സല മേഡം എന്നിട്ട് കൺമണിയോട് ചോദിക്കുകയാണ്, പിന്നെ നിന്റെ രാജകുമാരൻ വരുമോ, അവൻ വരാൻ വല്ല ചാൻസും ഉണ്ടോ, അളുപ്പ് എവിടെയാണെന്ന് വല്ല ധാരണയുമുണ്ടോ എന്നൊക്കെ പോലീസ് മേഡം കൺമണിയോട് ചോദിക്കുകയാണ്. കൺമണി അല്ലെങ്കിൽ തന്നെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. പോലീസ് മേഡം ഇതുകൂടി ചോദിക്കുമ്പോൾ കൺമണി ഒന്നുകൂടി ടെൻഷൻ ആവുകയാണ്. അതിനുശേഷം മാനസ കൃഷിനെ ചേർന്ന് പിടിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് വരികയാണ്. കൃഷ് മാനസയെ കൊണ്ടുപോയി ഹോളിൽ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് മാനസയോട് പറയാണ്, ഞാൻ നിനക്കൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി തരാം, നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് കൃഷ് അടുക്കളയിലേക്ക് പോകുന്നു. എന്നിട്ട് കൃഷ് വേഗം തന്നെ കൺമണിയെ വീഡിയോ കോൾ ചെയ്യാണ്. എന്നിട്ട് കൺമണിയോട് കൃഷി പറയാണ്, കൺമണി എനിക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കണമായിരുന്നു, എനിക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല, നീയെ അതിൻ്റെ കൂട്ടൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ, അതുപോലെ ഞാൻ ഉണ്ടാക്കാമെന്നൊക്കെ കൃഷി കൺമണിയോട് പറയുമ്പോൾ കൺമണി ഒന്നും അറിയാതെ കൃഷിനോട് ചോദിക്കുകയാണ്, സാറിപ്പ് ഇതാർക്കാ ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി വല്ലാതെ ആവുന്നുണ്ട്. എന്നിട്ട് കൃഷി കൺമണിയോട് പറയാണ്, മാനസിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ കൺമണിക്ക് ആകെ ദേഷ്യവും സങ്കടവുമെല്ലാം വരുന്നുണ്ട്. അതിനുശേഷം കൃഷി കൺമണിയോട് പറയാണ്, മാനസിക്ക് നല്ല പനിയാണ് കൺമണി, ഇവിടെയാണെങ്കിൽ ആരുമില്ല, ആൻറ്റിയമ്മയും മാനസിയുടെ അമ്മയും കൂടി രാവിലെ നേരത്തെ ഇവിടുന്ന് പോയതാണ് അമ്പലത്തിലേക്ക് എന്നാണ് പറഞ്ഞത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മാനസിക്ക് നല്ല പനി, അപ്പോൾ ഞാനൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്, എനിക്കതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി കൃഷിന് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൺമണിയോട് വീഡിയോ കോളിലൂടെ തന്നെ കൃഷി ചോദിക്കുന്നുണ്ട് ഓരോ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ടും. ഇത് തന്നെയാണോ എന്നൊക്കെ കൃഷി ചോദിക്കുമ്പോൾ കൺമണി അതെ ഇത് തന്നെയാണ് എന്ന് പറയുന്നു. എന്നിട്ട് കൃഷി കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാനസ കൃഷി എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വരികയാണ്. വന്നു നോക്കുന്ന സമയത്ത് കൃഷി വീഡിയോ കോളിലൂടെ കൺമണിയോട് കാപ്പി ഉണ്ടാക്കുന്നത് ചോദിക്കുന്നത് കാണുന്നു. ഇത് കാണുമ്പോൾ മാനസിക്ക് വളരെ ദേഷ്യം വരികയാണ്. എന്നിട്ട് മാനസ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഓ അത് ശരി, ഇവൻ ഇവിടെ അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, എനിക്ക് കാപ്പി ഇട്ട് തരാനും അവളുടെ കാലു പിടിക്കണം അല്ലേ, ഇവൾക്ക് ഞാനൊരു പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മാനസ മെല്ലെ വന്ന് കൃഷിനെ ബാക്കിലൂടെ കെട്ടിപ്പിടിക്കുകയാണ്. അതേസമയം കൃഷി ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം കൺമണിയെ കൃഷി നോക്കുകയാണ്. കൺമണി
എനിക്കാണെങ്കിൽ ആകെ വല്ലാതാവുന്നുണ്ട്. എൻ്റെ ഭർത്താവിനോട് ഏതൊരു പെണ്ണും ഇങ്ങനെയൊക്കെ ചെയ്താൽ ഉണ്ടാവുന്ന മാനസികാവസ്ഥ തന്നെയാണ് അപ്പോൾ കൺമണിക്കും തോന്നുന്നത്. അതിനുശേഷം കൃഷിനോട് മാനസ പറയുകയാണ്, എനിക്കിപ്പോൾ കാപ്പിയൊന്നും വേണ്ട കൃഷ്, നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നാൽ മതി എന്ന് മാനസ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ കൺമണിക്ക് ഒന്നുകൂടി ദേഷ്യം വരികയാണ്. കൃഷിനാണെങ്കിൽ കൺമണിയുടെ മുന്നിൽ വെച്ചിട്ട് മാനസയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ വളരെ ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം കൃഷിനെ ബാക്കിലൂടെ മാനസ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. കൃഷ് മാനസയോട് പറയുന്നുണ്ട്, മാനസ കൈവിട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മാനസ അതൊന്നും തന്നെ കേൾക്കുന്നില്ല. ഇതെല്ലാം കാണുന്ന കൺമണിക്കും ഇവൾ ഇതെന്താ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോവാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ.